അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി യമനിൽ തൂക്കുകയറി കാത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിൻ്റെ വൻ ഭൂരിപക്ഷം ആളുകളും പറയുന്നു, എന്ത് വില കൊടുത്തും നിമിഷപ്രിയയുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം പറയുന്നു, എന്ത് വില കൊടുത്തും അവരുടെ ജീവന് അപകടത്തിൽപ്പെടുത്തണം, കഴുമരത്തിൽ കയറ്റണം. യമൻ പൗരനായ തലാൽ അബ്ദോ മെഹദി എന്ന വ്യക്തിയെ താൽക്കാലികമായി സെഡറ്റീവ് മെഡിസിൻ നൽകി അവരെ ഉറക്കിയോ മയക്കിയോ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമായിരുന്നു നിമിഷപ്രിയ ഈ കടുംകൈ ചെയ്തത്. അവർക്ക് ചില ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്ര. പക്ഷേ ആ സെഡറ്റീവ് മെഡിസിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഉണരാത്ത, ഒരിക്കലും മയക്കത്തിൽ നിന്ന് നിവരാത്ത രൂപത്തിൽ അദ്ദേഹം അകപ്പെട്ടു. അദ്ദേഹം മരണം വരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതേപോലെ നിമിഷപ്രിയയും മരണം കാത്തിരിക്കുകയാണ്. തലാൽ അബ്ദോ മെഹദിയുടെ അനുജനും കുടുംബത്തിനുമൊക്കെ തുരുതുര മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒരു നിലക്കും ഈ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തരുതെന്നും അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുമുള്ള നിരന്തരമായ മെസ്സേജുകൾ അയച്ച് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഗവൺമെൻറ്റും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ളവർ ആ നിമിഷപ്രിയയുടെ വിലപ്പെട്ട ജീവന് വേണ്ടി ആശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യമനിലെ ഷേഖ് ഉമർ ബിൻ ഹാഫിൽ എന്ന് പറയുന്ന മഹാനായ സാത്വികനായ ഒരു പണ്ഡിതനുമായി സംസാരിച്ചു കൊണ്ടാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ നിമിഷപ്രിയയുടെ കൊലപാതകം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ സുൽത്താനുൽ ഉലമയുടെ ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടുത്തെ മജ്ലിസുൽ മുഷാവറ കൂടുകയും അങ്ങനെ നിമിഷപ്രിയയുടെ കൊല കഴുമരത്തിൽ കയറുന്ന കാര്യം അത് താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തത് സുൽത്താനുൽ ഉലമയുടെ ഒരു നിർദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളതാണ് യമനിലെ സുപ്രീം കോർട്ടിലെ റിപ്പോർട്ട് നമ്മോട് പറയുന്നത്. എന്നാൽ യമനിലെ സുപ്രീം കോർട്ടിൻ്റെ റിപ്പോർട്ട് വന്നത് ഷെയ്ഖ് അബൂബക്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള റിപ്പോർട്ട് വന്നതോടുകൂടെ തന്നെ ഇവിടെയുള്ള സംഘികളും മൗദൂദികളും എക്സ് മുസ്ലിങ്ങളും ഇന്ന് വളരെയധികം വെപ്രാളത്തിലും പരക്കം പാച്ചിലുമാണ്. കാരണം എങ്ങനെയെങ്കിലും ഇതിൻ്റെ ക്രെഡിറ്റ് ഇസ്ലാമിൽ വരുമോ അല്ലെങ്കിൽ ഷെയ്ഖ് അബൂബക്കറിന് വരുമോ എന്നുള്ള ഭീതിജനകമായ അവസ്ഥയാണ് അവരെ ഇങ്ങനെ ഈ രൂപത്തിൽ നെട്ടോട്ടമുട്ടുന്നത്. എന്നാൽ തനി ജൂദാസിൻ്റെ പണിയെടുക്കുന്ന ഇത്തരം ചാരന്മാരെ, ഇത്രമാത്രം കരുണയില്ലാത്ത ആളുകളെ, കരുണയില്ലാത്ത മനുഷ്യക്കോലങ്ങളെ തീർത്തും കേരളം കണ്ടറിയുക തന്നെ വേണം. എന്നാൽ ഇവിടെ ഷെയ്ഖ് അബൂബക്കർ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ചെയ്ത കാര്യം ഇസ്ലാമിൻ്റെ ഏറ്റവും ലളിതമായ ഒരാളുടെ ജീവിതം നിലനിർത്താൻ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഷെയ്ഖ് അബൂബക്കർ ചെയ്തത്. ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അവിടെ ഇസ്ലാമിക ശരിയ പറയുന്നത് ഒന്നുകിൽ അയാളെ തിരിച്ചു കൊല്ലാൻ ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ പറയും, അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് കൊടുക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയ നൽകിയിട്ട് ഇതിനെ പരിഹരിക്കാൻ പറയും. ഇങ്ങനെ ഈ 3 രൂപങ്ങളിൽ ഏറ്റവും സുതാര്യമായ അല്ലെങ്കിൽ ഒരു സമവായത്തിൽ എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം മാത്രമാണ് ഷെയ്ഖ് അബൂബക്കറും മറ്റും ഇതിനു വേണ്ടി നിർദ്ദേശിക്കുന്നത്. വിലപ്പെട്ട ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ആശ്രാന്ത പരിശ്രമത്തിനിടയിലും ഇവിടുത്തെ സംഘികളും മൗദൂദികളും എക്സ് മുസ്ലിമുകളും എങ്ങനെയെങ്കിലും ഈ പരിശ്രമത്തെ അട്ടിമറിക്കാനുള്ള എല്ലാവിധ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യകോലങ്ങൾ യമനിലെ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിന് അയക്കുന്ന മെസ്സേജുകൾ പലവിധത്തിലാണ്. അതിൽ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേരളത്തിൽ ആഘോഷിക്കുകയും വലിയ ആഹ്ലാദങ്ങൾ പങ്കിടുകയും ചെയ്യുകയാണെന്നും അതിലുപരി തലാൽ അബ്ദു മെഹദിയെ ഏറ്റവും വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മെസ്സേജുകൾ അയക്കുന്നത്. അതുകൊണ്ട് തലാലിൻ്റെ ജീവന് നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് അന്തസ്സും അഭിമാനവും വേണമെങ്കിൽ ഒരിക്കലും തന്നെ ബ്ലഡ് മണിയും വാങ്ങരുത്. തീർത്തും കൊലയ്ക്ക് പകരം കൊല തന്നെ നടപ്പിൽ വരുത്തട്ടെ എന്നുള്ള വളരെ ദുശ്ശാഠ്യം പിടിച്ച
കാര്യങ്ങളാണ് ഇവിടുന്ന് മെസ്സേജുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തിയതിൻ്റെ ക്രെഡിറ്റ് മൊത്തം കാന്തപുരം കൊണ്ടുപോകുമോ എന്നുള്ള വളരെ വലിയ ഉൾക്കിടലവും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയാ ലോ ഇവിടെ ഏറ്റവും മാനുഷികമായ പരിഗണനയും കരുണയും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ലോകം വായിച്ചറിയുമോ എന്നുള്ള വളരെ വലിയ ഉൾക്കിടലവും ഭയവുമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. എന്നാൽ ലാൽ അബ്ദു മഹദിയുടെ കുടുംബം ഈ കാര്യം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ചില വൃത്തങ്ങൾ പറയുന്നതെങ്കിലും അവരുടെ കുടുംബത്തെ പരമാവധി സ്വാധീനിക്കാനും അവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് എത്രത്തോളം നഷ്ടപരിഹാരം കിട്ടും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഇവിടെ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുമുള്ള വളരെ വലിയ പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തലാലിൻ്റെ കുടുംബം ഈ അഭ്യർത്ഥന മാനിക്കുമെന്നും കേൾക്കുമെന്നും ഉള്ള വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയും പ്രവൃത്തിയോടുകൂടിയും നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.